മഞ്ചൂർ കോടതിയിൽ ജൂനിയർ അഭിഭാഷകയ്ക്ക് ക്രൂരമർദ്ദനമേറ്റു എന്നൊരു വാർത്ത പുറത്തു വരുന്നുണ്ട്. സീനിയർ അഭിഭാഷകൻ ബെയിലിനാണ് ഈ ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ചത്. മോപ്പ് സ്റ്റിക്ക് കൊണ്ട് മർദ്ദിച്ചു, മുഖത്ത് ഗുരുതര പരിക്കേറ്റിട്ടുണ്ട് തുടങ്ങിയ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങൾ കൂടി വേഗം. തീർച്ചയായും ഇപ്പോൾ അല്പസമയം മുമ്പാണ് കോടതിക്കുള്ളിൽ, നമ്മളിപ്പോൾ നിൽക്കുന്നത് കോടതിക്ക് പുറത്താണ്, കോടതിക്ക് പോകുന്നത്. പക്ഷേ കോടതിക്കകത്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു വിഷയം ഉണ്ടായിരിക്കുന്നത്. അതായത് സീനിയർ അഭിഭാഷകൻ ബെയിലിൻ ആണ് ഈ ജൂനിയർ അഭിഭാഷകയായിട്ടുള്ള ശ്യാമിലിയെ മർദ്ദിച്ചത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. യുവതിയുടെ മുഖത്ത് ഗുരുതര പരിക്ക് ഏറ്റിട്ടുണ്ട്. അഭിഭാഷകൻ മോപ്പ് സ്റ്റിക്ക് കൊണ്ടാണ് ഈ യുവതിയെ മർദ്ദിച്ചത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഈ അഭിഭാഷകയെ, ശ്യാമിലി എന്ന് പറയുന്ന അഭിഭാഷകയെ ഇവിടെ നിന്നും ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണുള്ളത്. അല്പസമയം മുമ്പാണ് കോടതിക്കുള്ളിൽ, വഞ്ചിയൂർ കോടതിക്ക് അകത്താണ് ഈ സംഭവം നടക്കുന്നത്. സിന്ദൂരി, ഷിജ, ഈ ഒരു മർദ്ദിച്ചു എന്ന് പറയുന്ന സീനിയർ അഭിഭാഷകൻ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണോ? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ടോ? ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു. വഞ്ചിയൂർ പോലീസ് തന്നെയാണ് സ്വാഭാവികമായും ഈ കേസിൽ കേസ് രജിസ്റ്റർ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ കേസ് നടപടികളൊക്കെ ഇനി അല്പസമയത്തിനകം തന്നെ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കുന്നതായിരിക്കും. ഏതായാലും ഇപ്പോൾ ലഭിച്ചിട്ടുള്ള വിവരമനുസരിച്ച് ഇത്തരത്തിലൊരു മർദ്ദനം അകത്ത് നടന്നിരിക്കുന്നു. ജൂനിയർ അഭിഭാഷകയാണ് സീനിയർ അഭിഭാഷകൻ മർദ്ദിച്ചിരിക്കുന്നത്. ഏതായാലും അഭിഭാഷകയ്ക്ക് സാരമായിട്ടുള്ള പരിക്കുകളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയതും. അവിടെ പരിക്കുകളോടെ ചികിത്സയിലാണ് അവരിപ്പോഴുള്ളത്. ഷീജ, ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? പരിക്ക് ഗുരുതരമായിട്ടുള്ളതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം മുഖത്താണ് പരിക്കേറ്റിരിക്കുന്നത്. ഒരു ജൂനിയർ അഭിഭാഷകയ്ക്ക് ഇപ്പോൾ സീനിയർ അഭിഭാഷകരിൽ നിന്നും ഇത്തരത്തിലൊരു മർദ്ദനം ഏൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു തീവ്ര സ്വഭാവമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ചും ഇത്തരത്തിൽ ഈ സ്ത്രീകളുടെ സുരക്ഷയ്ക്കും സംരക്ഷണത്തിനുമൊക്കെ വേണ്ടി വാദിക്കേണ്ടി വരുന്ന ഒരു കോടതിക്കുള്ളിൽ ഒരു അഭിഭാഷകന്റെ ഭാഗത്തു നിന്നും മറ്റൊരു അഭിഭാഷകയ്ക്ക് ഇങ്ങനൊരു പെരുമാറ്റം നേരിടേണ്ടി വരിക എന്ന് പറയുന്നത് തന്നെ വളരെയധികം അസാധാരണമായൊരു സംഭവമാണ്. എന്തെങ്കിലും തരത്തിലുള്ള അവിടുത്തെ മറ്റ് പ്രതികരണങ്ങളിലേക്കൊക്കെ നമുക്ക് പോകുവാൻ സാധിക്കുന്നുണ്ടോ? സിന്ദൂരി, നിലവിലേതായാലും ഈ വഞ്ചിയൂർ കോടതിക്കുള്ളിൽ മാധ്യമങ്ങൾക്ക് കയറാനുള്ള പ്രവേശനമില്ല. അത് നേരത്തെ തന്നെ കുറച്ച് കാലങ്ങൾക്ക് മുൻപ് തന്നെ ഇവിടെയുണ്ടായ പ്രശ്നങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ കോടതിക്കകത്ത് മാധ്യമപ്രവർത്തകരെ അഭിഭാഷകർ കയറ്റാറില്ല. അതുകൊണ്ട് തന്നെ കോടതിക്കകത്തുള്ള കൂടുതൽ സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾക്ക് അതിൻ്റെ വിശദാംശങ്ങൾ അവിടെ നിന്നും ലഭിക്കേണ്ടതുണ്ട്. നിലവിൽ ലഭിച്ചിട്ടുള്ള വിവരമനുസരിച്ച് ഇത്തരത്തിലൊരു മർദ്ദനം അവിടെ അകത്ത് നടന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അതിൻ്റെ യുവതിയുടെ ജൂനിയർ അഭിഭാഷകയുടെ ഫോട്ടോ ലഭിച്ചിട്ടുണ്ട്. അത് നമുക്ക് നൽകാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവരുടെ മുഖത്ത് സാരമായ പരിക്ക് തന്നെയാണ് ഏറ്റിട്ടുള്ളത്. അപ്പോൾ അവരുടെ ഈ പരിക്കിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അടിയന്തരമായി തന്നെ അവരെ ഇവിടെ നിന്നും തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവരെ അവിടെ ചികിത്സയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊപ്പം തന്നെ ഇതിൻ്റെ കേസ് നടപടികൾ മറ്റും അത് നിയമപരമായ നടപടികൾ വഞ്ചിയൂർ പോലീസ് സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതെ ഷീജ, നമുക്കും ആ ഒരു ചിത്രം കിട്ടിയിട്ടുണ്ട്. ആ പെൺകുട്ടിയുടെ മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. വളരെ ക്രൂരമായ ഒരു മർദ്ദനം ഈ സീനിയർ അഭിഭാഷകരിൽ നിന്നും ഈ ജൂനിയർ അഭിഭാഷകയ്ക്ക് നേരിടേണ്ടി വന്നു എന്നത് കൃത്യമായ തെളിവുകളോടുകൂടിയാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. കാരണം ആ പെൺകുട്ടിയുടെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം ഈ ഒരു മോപ്പ് സ്റ്റിക്ക് ഉപയോഗിച്ചു അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു വസ്തു ഉപയോഗിച്ചിട്ടുള്ള ഒരു ക്രൂരമായ പീഡനം തന്നെ, ഒരു ഉപദ്രവം തന്നെ ഈ പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്നു എന്ന കാര്യത്തിൽ മറ്റൊരു സംശയവും നമുക്ക് വരുന്നില്ല. കാരണം അത്രയധികം സ്പഷ്ടമാണ് ആ പെൺകുട്ടിയുടെ ചിത്രം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇവിടെ ഇത്തരത്തിലൊരു ക്രൂരമർദ്ദനം ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ചും ഈ ഒരു ജൂനിയർ അഭിഭാഷക എന്ന് പറയുമ്പോൾ അവരുടെ കരിയറിൻ്റെ എല്ലാ വശങ്ങളും പഠിക്കുവാൻ ഒരു സീനിയർ അഭിഭാഷകൻ്റെ അടുക്കൽ വരുമ്പോൾ ഒരു ഗുരുതുല്യനായിരിക്കുന്ന ഒരാളാണ് ഇത്രയധികം രൂക്ഷമായ രീതിയിൽ അല്ലെങ്കിൽ ഇത്രയധികം നിഷ്ഠൂരമായ രീതിയിൽ ഈ പെൺകുട്ടിയോട് പെരുമാറിയിട്ടുള്ളത് എന്നതുമാണ് നമുക്കിവിടെ ഈ ഒരു സാഹചര്യത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, അല്ലേ? ഷീജ, ഞാൻ ഷീജയിലേക്ക് തന്നെ തിരിച്ചു വരാം. ഇപ്പോൾ ആ പെൺകുട്ടിയുടെ ശബ്ദ സംരക്ഷണമുണ്ട്, നമുക്കതൊന്ന് ശ്രമിക്കാം. വന്ന് സാർ, എനിക്ക് സാറിനോട് സംസാരിക്കണം, ക്യാബിനിലും മാന്യമായിട്ട് ക്യാബിനിൽ പോയിട്ട് വേറെ ആരെയും ഉൾപ്പെടുത്താതെ തന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ സാറിന് എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്നൊക്കെ അല്ല താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഓഫീസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞാൻ ഓക്കെ സാറ് പറയില്ല ജൂനിയർ. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ കാര്യത്തിൽ ഇടപെടരുത്, വർക്ക് ചെയ്യാനല്ലേ വരുന്നത്, വർക്ക് ചെയ്തിട്ട് പോവാം, ഞാൻ എൻ്റെ കാര്യത്തിൽ ഈ ജൂനിയർ ഇടപെടണ്ട, എന്താന്ന് വെച്ചാൽ അത് സാറ് തീരുമാനിച്ചുള്ളൂ, നീ ഇത് ആരോടാ സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ടാ എന്നെ വലിച്ച് തിരിച്ചിട്ട് അടിച്ചപ്പോൾ ഞാൻ നിലത്ത് വീണു. വീണ്ടും
വീണ്ടും അടിച്ചു. രണ്ടോ മൂന്നോ തവണ അടി. പിന്നെ എനിക്ക് തല ഇറങ്ങി. പിന്നെ എനിക്ക് ഓർമ്മയില്ല. ഇപ്പോൾ ഷാമിൽ ഈ സംഭവത്തിൽ പരാതി കൊടുത്തിട്ടുണ്ട്? പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. പക്ഷെ പോലീസിന് സ്റ്റേറ്റ്മെന്റ് കൊടുത്തില്ല. അപ്പോഴേക്കും ഹോസ്പിറ്റലിൽ വന്നു. ഇവിടെ ചികിത്സ തേടി? അതെ CT സ്കാൻ എടുക്കാൻ വേണ്ടിയിട്ട്. മുമ്പ് മർദ്ദിച്ചത് ഇതുപോലെ. അതെ, വളരെയധികം ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പും ഈ പെൺകുട്ടിക്ക് ഈ സീനിയർ അഭിഭാഷകന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു പെരുമാറ്റം, ഇത്തരത്തിലൊരു മർദ്ദനം ഉണ്ടായിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. വളരെ പേഴ്സണലായി സംസാരിക്കുവാൻ ശ്രമിക്കുകയും എന്നാൽ അതിനൊരു അവസരം പോലും കൊടുക്കാതെ തന്റെ കാര്യങ്ങളിൽ ഈ പെൺകുട്ടി ഇടപെടേണ്ട അല്ലെങ്കിൽ ആ രീതിയിലൊന്ന് പ്രതികരിച്ചപ്പോൾ വളരെ രൂക്ഷമായ രീതിയിൽ ആ പെൺകുട്ടിയെ അടിച്ച് നിലത്തിടുകയായിരുന്നു ഉണ്ടായത്. പിന്നീടും തുടർന്നും ആ പെൺകുട്ടിയോട് മർദ്ദനമേൽക്കുകയുണ്ടായി. ഈ പറഞ്ഞ മോപ്സ്റ്റിക് ഉൾപ്പെടെയുള്ള വസ്തു ഉപയോഗിച്ച് ആ പെൺകുട്ടിയെ മർദ്ദിച്ചു. ആ ഒരു 1-2 പ്രാവശ്യത്തെ മർദ്ദനം കഴിഞ്ഞപ്പോൾ തന്നെ ആ കുട്ടിക്കൊന്നും ഓർത്തെടുക്കുവാൻ സാധിക്കുന്നില്ല. ആ രീതിയിൽ ആ കുട്ടിയുടെ ബോധം പോയി എന്നാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വേറെ ആരെങ്കിലും അടിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല. അന്ന് മറ്റു പെൺകുട്ടികളോടും ഇങ്ങനെ തന്നെയാണ് അവർ പെരുമാറുന്നത്. വഴക്ക് പറയുന്നെന്ന് പറഞ്ഞാൽ ഫയൽസ് ഒക്കെ മുഖത്ത് വലിച്ചെറിയ. ഒത്തിരി ജൂനിയേഴ്സ് ഓഫീസിൽ അവിടെ വഞ്ചൂർ കോടതിയിൽ ആരോട് ചോദിച്ചാലും അറിയാം. ആ ഓഫീസിൽ ആരും നിൽക്കത്തില്ല. ഈ സംഭവം ഉണ്ടായിട്ട് ഈ അഭിഭാഷകൻ ഓഫീസ് തുടരുന്നുണ്ടോ? പോലീസ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കും? ഇല്ല, പോലീസ് കസ്റ്റഡിയിലെടുക്കാൻ അസോസിയേഷൻ ഓഫീസിൽ കയറിയിട്ട് അദ്ദേഹത്തെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന അസോസിയേഷന്റെ തീരുമാനം. അപ്പോൾ അതുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു. ഞാൻ മെഡിക്കൽ എടുക്കാനായിട്ട് വന്നതുകൊണ്ട്. അസോസിയേഷനിൽ ആരെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ടോ ഇയാൾ ഇത്തരത്തിലാണ് പെരുമാറുന്നത് എന്ന് പറഞ്ഞിട്ട്? അസോസിയേഷനിൽ അങ്ങനെ ഒരു നിയമപരമായിട്ട് അങ്ങനെ ഒരു പരാതി കൊടുത്തിട്ടില്ല. അല്ലാതെ ഇപ്പോൾ ഈ ഓഫീസിൽ ആരും നിൽക്കത്തില്ല എന്നുള്ള, കാരണം സാറിൻ്റെ ഈ ദേഷ്യം വരുമ്പോൾ പറയുന്ന വാക്കുകൾ, ഇനി ഇതിനു മുമ്പ് വേറെ ആരെയും അടിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. ഇതിനകത്ത് കയറി അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഷാമിൽ, ഈ സംഭവത്തെ കുറിച്ച് തുടക്കം ഒന്ന് പറയാമോ? എന്താണ് സംഭവിച്ചത്? എന്നാണ്, എങ്ങനെയാണ്? ഇന്ന് 12:30 ആണ് സംഭവം. ഞാനിന്ന് രാവിലെ ഫാസ്റ്റ് ട്രാക്ക് കോടതിയിൽ ഫാസ്റ്റ് ട്രാക്ക് 2-ലായിരുന്നു, വെക്കേഷൻ കോർട്ട്. അവിടെ ഹിയറിംഗ് ഒക്കെ പറഞ്ഞ് ഒരു ബെയിൽ ആപ്ലിക്കേഷൻ ഹിയറിംഗ് ഉണ്ടായിരുന്നു. അത് പറഞ്ഞ് ഓഫീസിൽ വന്നതിന് ശേഷം ഞാൻ സാറിനോട് പറഞ്ഞു, സാറൊന്ന് കോടതിയിലുണ്ടായിരുന്നു, സാറിനോട് പറഞ്ഞു എനിക്ക് സംസാരിക്കണം. അപ്പോൾ സാറ് പറഞ്ഞു എനിക്ക് നീ പറയുന്ന ഒന്നും കേൾക്കണ്ട, എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോവാന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു സാറ് ഒന്നുകിൽ ആ ജൂനിയറിനെ വോൺ ചെയ്യണം, ഇല്ലെങ്കിൽ എനിക്ക് വോൺ ചെയ്യേണ്ടി വരും. അപ്പോൾ സാറ് പറ്റത്തില്ല, സാറ് ഇറങ്ങിപ്പോകാൻ നിന്നു. അപ്പോൾ ഞാൻ ആ ജൂനിയറിനോട് പറഞ്ഞു വർക്ക് ചെയ്യാനല്ലേ വരുന്നത്, വർക്ക് ചെയ്യുക, എൻ്റെ കാര്യത്തിൽ ഇടപെടരുത്, ഞാൻ ഒന്നിനും വരുന്നില്ലല്ലോ, എൻ്റെ കാര്യത്തിൽ ഇടപെടരുതെന്ന് പറഞ്ഞു. നീ ഇത് ആരോടാ സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് സാറ് അവരുടെയൊക്കെ മുന്നേ വെച്ചിട്ട് എന്നെ അടിച്ച് ആദ്യം താഴെ വീണു. അത് കഴിഞ്ഞിട്ട് വീണ്ടും അവിടെ നിന്ന് എടുത്ത് വീണ്ടും അടിച്ചു. അപ്പോൾ സാർ എന്നിട്ട് പുറത്ത് പോകാൻ നിൽക്കുക. വീണ്ടും പോവാ, ഞാൻ പറയുക ഞാനിത് കംപ്ലൈൻറ്റ് ചെയ്യും. ഞാൻ അപ്പോൾ തന്നെ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചു, വരികയാണെന്ന് പറഞ്ഞു. അപ്പോഴേക്കും സാറിന് ഇവിടെ നിന്ന് പോകണം. അപ്പോൾ ഞാൻ പറഞ്ഞു പറ്റത്തില്ല, ഓഫീസിൽ നിന്ന് പോകാൻ പറ്റത്തില്ല, സാർ ഓഫീസിൽ തന്നെ ഇരുന്നാൽ മതി. ഇതാണ് സംഭവം. ഇങ്ങനെ സംഭവം ഉണ്ടാകുന്നു. ഇതിന് മുമ്പ് എപ്പോഴെങ്കിലും ഷാമിലോട് വളരെ മോശമായിട്ട് പെരുമാറുകയോ അല്ലെങ്കിൽ ഇതുപോലെ മർദ്ദിക്കുന്ന രീതിയിലേക്ക് സാഹചര്യങ്ങൾ പോവുകയോ ചെയ്തിട്ടുണ്ടോ? മോശമായിട്ട് പെരുമാറുക, ഇതാ എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മുടെ ഭാഗമൊന്നും കേൾക്കില്ല. സാറിന് തോന്നുന്നത് പറയാ, ഫയൽസ് എടുത്ത് മുഖത്തെറിയുക. അത് എന്നോട് മാത്രമല്ല, ഈ ഓഫീസിലുള്ള മിക്ക ജൂനിയേഴ്സിനോടും ഇതാ. പിന്നെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വിളിച്ചിട്ട് നാളെ മുതൽ വരണ്ട, കാര്യവുമില്ല, കാരണവുമില്ല, ഒന്നും പറയില്ല, നാളെ മുതൽ ഓഫീസിൽ വരണ്ട. നമ്മളൊക്കെ ഒരു അടിമകളെ പോലെ എല്ലാം സാറ് പറയുന്ന എല്ലാം കേട്ടിരുന്ന കുഴപ്പമില്ല. അസോസിയേഷനിൽ ഞാൻ നേരിട്ട് പോയില്ല. ഓഫീസിൽ അസോസിയേഷന്റെ സെക്രട്ടറി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അസോസിയേഷനിൽ നിന്ന് മാനേജിംഗ് കമ്മിറ്റി ആൾക്കാർ അവരൊക്കെ വന്നിട്ടുണ്ട്, അഡ്വക്കേറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള ആളുകൾ കണ്ടു നിൽക്കുകയാണ് അടിക്കുകയും വീഴ്ത്തുകയും ചെയ്തത്. ഇത് ആരെങ്കിലും തടയാനായിട്ടോ അങ്ങനെ ശ്രമിച്ചില്ല? ഇല്ല, ആരും തടയാൻ. അവരുടെ റിയാക്ഷൻ എന്തായിരുന്നു? അവരൊക്കെ ഭയങ്കര അത്ഭുതത്തോടെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. അവരാരും ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ. എന്നെ മുമ്പ് തല്ലിയിട്ടുണ്ട്, പക്ഷെ വേറെ ആരെങ്കിലും തല്ലിയിട്ടുണ്ടോ എന്ന് അന്ന് മുമ്പ് ഇതുപോലെ എന്റെ ഭാഗം ഇപ്പൊ കേസിന്റെ കാര്യം ഇപ്പൊ ഫൈനൽ റിപ്പോർട്ട് എടുത്തില്ല എന്ന് പറഞ്ഞിട്ട് അതിനെന്താ ഇതുവരെ കോപ്പി ആപ്ലിക്കേഷൻ ഇടാത്തെന്നൊക്കെ പറഞ്ഞ് ഫയൽസ് ഒക്കെ ഇങ്ങനെ വലിച്ചെറിയും, മുഖത്തൂടെ വലിച്ചെറിയും. അപ്പോൾ എനിക്ക് മാത്രമല്ല, ഇതൊക്കെ പലർക്കും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഞാൻ 2-3 പ്രാവശ്യം ഞാൻ ഓഫീസ് 2-3 അല്ല അതിലും കൂടുതൽ പ്രാവശ്യം ഞാൻ മാത്രമല്ല, ഇപ്പം അവിടെ വർക്ക് ചെയ്യുന്ന ക്ലർക്ക് ഉൾപ്പെടെ ആനന്ദേട്ടൻ
2-3 തവണ സ്റ്റോപ്പ് ചെയ്തിട്ട് പോകുന്നതാണ്. പോകുമ്പോൾ വീണ്ടും എല്ലാവരുടെ മുന്നിൽ വെച്ച് സോറി പറയാം. ഒരു മനുഷ്യനെ താഴാൻ പറ്റുന്നതിൻ്റെ അത്രയും താഴ്ന്ന് വിളിക്കും. എത്ര കാലമായിട്ട് ഈ അപേക്ഷ കൂടുതൽ ശാമിലിയുണ്ട്? എത്ര കാലമായി വർക്ക് ചെയ്യുന്നു ഈ അപേക്ഷയോടൊപ്പം? 3 വർഷമായിട്ട് ഞാൻ എൻറോൾ ചെയ്തത് മുതൽ സാറിന്റെ കൂടെ. നിങ്ങളുടെ ഓഫീസിലെ ജൂനിയറുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളതാണോ അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ എൻ്റെ അറിവില് ഞാനും ആ ജൂനിയറോ ഞാനും ഓഫീസിൽ ആരുമായിട്ട് ഒരു പ്രശ്നമില്ല. പിന്നെ എന്തിനാ എനിക്കെതിരെ ഇങ്ങനെ ഒരു അലിഗേഷൻ? ഞാൻ ചെയ്യാത്തൊരു കാര്യം ഇങ്ങനെ സാറിനോട് പറഞ്ഞു, അത് കേട്ട പാതി കേൾക്കാത്ത പാതി സാർ എന്തിനു വിളിച്ച് ഓഫീസിൽ വരണ്ടെന്ന് പറഞ്ഞു എന്നുള്ളത് എനിക്കറിയില്ല. പറഞ്ഞപ്പോഴും ശാമിലി ആ പ്രശ്നം സോൾവ് ചെയ്യാന്ന് പറഞ്ഞിരുന്നു അല്ലേ? ഈ കാര്യം ഞാൻ സാറിനോട് ചോദിച്ചു, സംസാരിച്ചു. ഇതാണ് അത് ആ പ്രശ്നം വിട്ടേക്ക്. ഇന്ന് മർദ്ദിച്ചു, പിന്നെ എന്തൊക്കെയോ പറഞ്ഞു. എനിക്ക് ആ അടി കിട്ടിയതിന്റെ ഇതിൽ എനിക്ക് പിന്നെ ഡോക്ടറെ കാണിച്ചു, CT സ്കാൻ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നു. അടുത്ത നടപടി എന്താണ്? ഇതിനെതിരെ ഏത് രീതിയിലാണ് മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചത്? ബാർ കൗൺസിലിലും ബാർ അസോസിയേഷനിലും പരാതി കൊടുക്കും. ഈ മർദ്ദിക്കുന്നത് കൂടെയുള്ള സഹപ്രവർത്തകർ കണ്ടിരുന്നു. എന്താണ് അവർ എന്നിട്ട് എന്തായിരുന്നു റിയാക്ഷൻ? അവര് അത്ഭുതത്തോടെ നോക്കുമായിരുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുമോ, പെട്ടെന്നുള്ള പ്രകോപനത്തിലാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യോ എന്ന് അവരാരും പിടിച്ചു മാറ്റാനൊന്നും വന്നില്ല. അതെ ഒരിക്കലല്ല 2-3 പ്രാവശ്യം. എനിക്ക് പിന്നീട് ആദ്യത്തെ അടി കിട്ടിയപ്പോൾ തന്നെ പിന്നീട് എനിക്കൊന്നും ഓർമ്മയില്ല. കൈ കൊണ്ടടിച്ചതാ. ഞാൻ പറഞ്ഞില്ലേ സാർ എയർഫോഴ്സിലായിരുന്നു, പിന്നെ കടൽപ്പണിക്ക് പോയിട്ടുണ്ട്. അപ്പം അത്രയും 6 അടിയോളം പൊക്കമുണ്ട്, അത്രയും ആരോഗ്യവാനാണ്. ആ കൈ കൊണ്ട് അതെ, ഇത്രയധികം നിഷ്ഠൂരമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നൊരു സഹപ്രവർത്തകനായ ഒരു ജൂനിയർ അഭിഭാഷകനോടുള്ള ഒരു പ്രശ്നം, അത് ഡിസ്കസ് ചെയ്യാൻ പോകുമ്പോൾ അത് കേൾക്കുവാൻ പോലും തയ്യാറാവാതെ, എന്നാൽ ആ പ്രശ്നം ഞാൻ ജൂനിയർ അഭിഭാഷകനോട് ഞാൻ തന്നെ സംസാരിക്കുമെന്ന് പറഞ്ഞത് സംസാരിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഈ ജൂനിയർ അഭിഭാഷകയ്ക്ക് ഇത്തരത്തിലൊരു ക്രൂരമായ മർദ്ദനം നേരിടേണ്ടി വന്നത്. താൻ ആരാണിത് സംസാരിക്കാനെന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു ഈ ജൂനിയർ അഭിഭാഷകയെ ഈ ബെയിലിൽ നിന്ന് പറയുന്ന സീനിയർ അഭിഭാഷകൻ മർദ്ദിച്ചിരിക്കുന്നത്. ഇത് ആദ്യത്തെ ഒരു സംഭവമല്ല എന്നാണ് നമുക്ക് അവരുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. ഇതിനു മുമ്പും ഇത്തരത്തിൽ മറ്റൊരു കേസിൻ്റെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഈ അഭിഭാഷകയ്ക്ക് ഈ സീനിയർ അഭിഭാഷകരിൽ നിന്നും മർദ്ദനം ഏറ്റിട്ടുണ്ടെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുവാൻ സാധിക്കുന്നത്. എൻറോൾ ചെയ്ത കാലം മുതൽ ഏതാണ്ട് കഴിഞ്ഞ 3 വർഷത്തോളം ഈ സീനിയർ അഭിഭാഷകനോടൊപ്പം വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഈ ജൂനിയർ അഭിഭാഷക. അവർക്ക് മാത്രമല്ല, ഇത്തരത്തിലുള്ള ഈ മർദ്ദനമല്ല, അത് ഒഴിവാക്കി നിർത്തിയാൽ മറ്റു തരത്തിലുള്ള പല മാനസികമായ പീഡനങ്ങളും മറ്റുള്ളവർക്കും നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നാണ് നമുക്ക് ഇവരുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുവാൻ സാധിക്കുന്നത്. നിലവിൽ ഇദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുവാൻ സാധിച്ചിട്ടില്ല. കാരണം അസോസിയേഷനായി ഓഫീസിൽ കയറി പോലീസിന് കസ്റ്റഡിയിൽ എടുക്കുവാനുള്ള അനുവാദമില്ല എന്നാണ് അസോസിയേഷൻ പ്രവർത്തകർ അറിയിച്ചിരിക്കുന്നത്. അവർ അവിടെ തന്നെ, ഈ സീനിയർ അഭിഭാഷകൻ അവിടെ തന്നെ തുടരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ ജൂനിയർ അഭിഭാഷക ആശുപത്രിയിൽ ചികിത്സ തേടുകയും ഇപ്പോൾ CT സ്കാനിങ്ങിന് വേണ്ടിയിട്ട് നിൽക്കുകയുമാണെന്നുമാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. തിരുവനന്തപുരം മഞ്ചൂർ കോടതിയിലാണ് ജൂനിയർ അഭിഭാഷകയ്ക്ക് ക്രൂരമായ മർദ്ദനം നേരിടേണ്ടി വന്നത്. ജൂനിയർ അഭിഭാഷകയായ ശാമിലിയാണ് സീനിയർ അഭിഭാഷകനായ ബെയിലിൻ മർദ്ദിച്ചത്. മോപ്പ് സ്റ്റിക്ക് കൊണ്ട് മർദ്ദിച്ചു, അതിനേക്കാൾ ഉപരി പല ആവർത്തി മർദ്ദിച്ചു, അടിച്ച് താഴെയിട്ടു എന്നാണ് ശാമിലിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണ്, ആരോപണമാണ് ഇപ്പോൾ ശാമിലിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇത്രയധികം നമുക്ക് ആ ചിത്രങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. വളരെയധികം ക്രൂരമായിട്ട് ഒരു പെൺകുട്ടിയുടെ മുഖത്തിനാണ് ഇത്രയധികം വലിയൊരു അപകടം സംഭവിച്ചിരിക്കുന്നത്. ഒരു അഭിഭാഷകയെ, കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സഹപ്രവർത്തകയെ, തൻ്റെ ജൂനിയറിനെ ഇത്തരത്തിൽ യാതൊരുവിധ പ്രത്യേക പ്രകോപനങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ തന്നെ നീ ആരാണിത് സംസാരിക്കാൻ എന്ന് ചോദിച്ചുകൊണ്ട് അടിച്ച് താഴെ ഇടുക എന്ന് പറയുന്നത് വളരെ വലിയൊരു ഗുരുതരമായ പ്രശ്നത്തിലേക്കാണ് പോകുന്നത്. ഈ ഒരു വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ ഇനി വരുന്ന സമയങ്ങളിൽ നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. തിരുവനന്തപുരം മഞ്ചൂർ കോടതിയിലാണ് ജൂനിയർ അഭിഭാഷകയ്ക്ക് ക്രൂരമർദ്ദനമേറ്റത്.